ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ നമ്മൾ നിർത്തിയത് ഗുരുവായൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണല്ലേ. ഇന്ന് നമ്മുടെ യാത്ര കൊച്ചി മെട്രോയിലേക്കാണ്. കൊച്ചി മെട്രോ എന്ന് കേട്ടതേ ഉള്ളൂ, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, കയറിയിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും മക്കളും. കണ്ണന് ടിക്കറ്റ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനും എനിക്കും മോൾക്കും മാത്രമേ ടിക്കറ്റ് വേണ്ടത്. മെട്രോയിലൊക്കെ കയറി നമ്മൾ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു വന്നേ. അപ്പോഴേക്കുണ്ട് തലസ്ഥാനത്തേക്കൊരു ട്രെയിൻ. അപ്പം നമ്മൾ വിചാരിച്ചൊന്ന് തലസ്ഥാനം കൂടി കണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മുടെ യാത്രേനെ ട്രിവാൻഡ്രത്തേക്ക്. ഇതൊന്നും നമ്മുടെ പ്ലാൻ അനുസരിച്ച് നടക്കുന്നതല്ലേ. നമ്മൾ ഫാമിലി മാത്രം, ഞാനും ഏട്ടനും മക്കളും മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോകാൻ പറ്റുന്നത്. എന്തായാലും നമ്മളിനി ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ റൂം കിട്ടാനും ഒക്കെ വിഷമമായിരിക്കും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. മക്കളാണെങ്കിൽ ബോറടിച്ചു. ഒരുപാട് നേരമായില്ല അവർ ട്രെയിനിൽ കുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് രണ്ടുപേർക്കും. രാത്രി ഒരു 10 മണിയോടെ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയേ. അപ്പോഴേക്കും അവിടെ ഭയങ്കര മഴ, എങ്ങോട്ടും മാറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നല്ല കാറ്റും മഴ തന്നെയായിരുന്നു. നമ്മൾ ഗുരുവായൂരിലുണ്ടായ അതേ അവസ്ഥ. ഏട്ടനും ഞാനും മാത്രമായിരുന്നെങ്കിൽ കുറച്ചൊക്കെ മഴ നമ്മൾ കൊണ്ടുതന്നെ. പക്ഷേ കുട്ടികളുണ്ടായതുകൊണ്ട് നമുക്ക് മഴ കൊള്ളാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മുടെ ടൂറൊക്കെ ക്യാൻസൽ ആവൂലേ. അപ്പോൾ നമ്മൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് റൂമിലേക്ക് വെച്ച് പിടിച്ചേ. പിറ്റേന്ന് രാവിലെ നമ്മൾ സൂവിലേക്കാണ് ആദ്യം പുറപ്പെട്ടത്. ഓട്ടോക്കാരൻ പെർ ഹെഡിന് 800 രൂപ വെച്ച്, അതായത് ഒരാൾക്ക് 800 രൂപ വെച്ചിട്ട് ആ ട്രിവാൻഡ്രം മൊത്തം ഒന്ന് ചുറ്റിക്കറക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമുക്ക് ആ പ്ലാനിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ പ്ലാനിൽ കുറേ വെള്ളത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നേ, ഈ തോണിയിലൊക്കെ ബോട്ടിലൊക്കെ പോയിട്ട്. അപ്പം നമുക്ക് പിള്ളേരുണ്ടായതുകൊണ്ട് എന്തായാലും ബോട്ടിൽ കയറാൻ പറ്റില്ല, എൻ്റെ മക്കൾ പ്രത്യേകിച്ച്. അപ്പോൾ അവർ എങ്ങനെ അടങ്ങിയിരിക്കാത്തൊരു ടീമാണ്. അപ്പോൾ എന്തായാലും അവരെയും കൊണ്ട് നമുക്ക് വെള്ളത്തിലോട്ട് അധികം പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് കറങ്ങാൻ നിന്നു. അപ്പോൾ സൂവിലേക്ക് ഫസ്റ്റ് പോയി. ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞു, എന്നാൽ പിന്നെ മ്യൂസിയം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വാ നിങ്ങൾ 3 പേരെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രം ഒന്ന് കറങ്ങാൻ പോയി. അപ്പോഴേക്കും ഏട്ടൻ ടിക്കറ്റ് എടുത്തിട്ട് വന്നു. പിന്നെ ഒരേ നടത്തമായിരുന്നു, ഒരുപാട് നടക്കാനുണ്ടായിരുന്നേ. നടന്നിട്ട് തന്നെ കാലുവേദന എടുത്ത്. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തതും നമ്മൾ ടി വിയിൽ മാത്രം കണ്ടുപരിചയമുള്ള കുറേ മൃഗങ്ങളെയും പക്ഷികളൊക്കെ കണ്ടപ്പോൾ മക്കൾക്ക് ഒരുപാട് സന്തോഷമായി. അവരെ സന്തോഷം കണ്ടിട്ട് നമുക്കും ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ട് പോകാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ടൂർ പോകണം എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ നമ്മളൊന്ന് പയ്യന്നൂർ പോയി തിരിച്ചു വരുമ്പോഴേക്ക് നമ്മൾ ആരെയിലായിട്ട് അടിയായിട്ടുണ്ടാവും. മിക്കവാറും ഞാനും എൻ്റെ മോളുമാണ് കൂടുതലായിട്ട് വഴക്കുണ്ടാവുക. ഒന്നുകിൽ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ. അങ്ങനെയാണ് നമ്മൾ അടി ഉണ്ടാവുക. പിന്നെ ഈ ഒരു ട്രിപ്പിൽ എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം അടങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ മോള് എന്ത് ചെയ്താലും ഞാൻ ഒന്നും തിരിച്ചു പറയാതെ അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോയേ, അത്രയും കൺട്രോൾ ചെയ്തിട്ടാണ് പോയത്. ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്രയും ക്ഷമയുണ്ടോയെന്ന്. സൂവിലൊക്കെ കറങ്ങി നമ്മൾ കോവളം ബീച്ചിലൊന്ന് കറങ്ങി. അവിടെ മൊത്തം വെള്ളമായതുകൊണ്ട് എനിക്ക് വീഡിയോ അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. റൂം വെക്കേറ്റ് ചെയ്തു. ക്ഷേത്രത്തിനടുത്ത് തന്നെ നമ്മൾ റൂം എടുത്തു. അമ്പലത്തിലോട്ട് നമ്മൾ പോകുന്നത് വൈകുന്നേരമായിരുന്നു. അപ്പോൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് കയറി, തൊഴാൻ കയറിയില്ല. തൊഴാൻ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ തൊഴാൻ പോയത്. അപ്പോൾ 2 ദിവസം നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് പോകുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ കുറേ ഫോട്ടോസ് കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാമേ. അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി നമ്മുടെ അടുത്ത യാത്രയും തുടർന്നേ. അത് എങ്ങോട്ടേക്കാണെന്നല്ലേ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്